നമ്മൾ ഇനി പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്തും വി ഡി സതീശൻ അനുകൂലികളുടെ പ്രകടനം ആരംഭിച്ചിരിക്കുകയാണ്. പട നയിച്ചവൻ നാടിനെ നയിക്കട്ടെ എന്നാണ് വി ഡി സതീശന് വേണ്ടി അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. കോട്ടയത്തെ വിശദാംശങ്ങളുമായി ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, നാടിന്റെ വിവിധയിടങ്ങളിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തും കോഴിക്കോടും തൃശ്ശൂരിലും ഇത്തരത്തിൽ വി ഡി സതീശൻ അനുകൂല പ്രകടനങ്ങൾ വരുന്നുണ്ട്. അതേസമയം തന്നെ ഈ പ്രകടനങ്ങളൊക്കെ KPCC വിലക്കുന്നുണ്ട്. വി ഡി സതീശൻ ഫേസ്ബുക്കിലൂടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഒഴിവാക്കണം, ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള തരത്തിലുള്ള അഭ്യർത്ഥനകളൊക്കെ നടക്കുമ്പോഴും വി ഡി സതീശനെ അനുകൂലിച്ച് ആ വിലക്കുകളൊക്കെ ലംഘിച്ച് നിരവധി ആളുകളാണ് പങ്കെടുക്കുന്നത് വിവിധയിടങ്ങളുടെ പ്രകടനങ്ങളിൽ. അവിടെ എന്താണ് അവസ്ഥ കോട്ടയത്ത്? പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉൾപ്പെട്ട പാമ്പാടിയിലാണ് വലിയൊരു പ്രതിഷേധം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഈ യോഗത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ആ പഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാരടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുതുപ്പള്ളിയുടെ മണ്ണിൽ, ഉമ്മൻചാണ്ടിയുടെ മണ്ണിൽ പ്രതിഷേധം എന്ന നിലയിലാണ് അവർ ഈ പ്രതിഷേധത്തെ കാണുന്നത്. നിലമൊരുക്കി വിത്തിറക്കി പരിപാലിച്ചവൻ വിളവെടുക്കട്ടെ, വി ഡി സതീശൻ കേരളത്തെ നയിക്കട്ടെ, ചെങ്കോടിയുടെ കീഴിൽ നിന്നും നാടിനെ രക്ഷിച്ച മോചകനായിരുന്നു വി ഡി സതീശൻ തന്നെ നയിക്കട്ടെ എന്നതാണ് പ്രകടനത്തിൽ പ്രതിഷേധക്കാർ പറയുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ? ഹലോ, ഇങ്ങനെ ഞങ്ങള് പുതുപ്പള്ളിയിലെ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും നിലപാടുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കോൺഗ്രസ് നീതിക്കും ന്യായത്തിനും വേണ്ടി നിലപാടെടുത്തിട്ടുള്ള ഉമ്മൻചാണ്ടി, അക്കാര്യങ്ങളിൽ നഷ്ടങ്ങൾ ചിന്തിക്കാതെ നിലപാടെടുത്തിട്ടുള്ള ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ നടക്കുന്ന ഈ സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന വി ഡി സതീശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ പാമ്പാടിയിൽ നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഈ ബാനറിന് പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ ഉമ്മൻചാണ്ടിയോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയോട് കെ കരുണാകരൻ അനീതി കാണിക്കുന്നു, അവഗണന കാണിക്കുന്നു എന്ന് പ്രതിഷേധിച്ച് അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് നിന്ന് തിരുനക്കരയിലേക്ക് തുറന്ന ജീപ്പിൽ പോന്നപ്പോൾ തിരുവനന്തപുരം മുതൽ തിരുനക്കര വരെ പൈലറ്റ് വാഹനമായി ജീപ്പിന്റെ മുൻപിൽ ബോണറ്റിൽ കയറിയിരുന്ന അനൗൺസ്മെന്റ് നടത്തിയ ആളാണ് ഞാൻ. അതേപോലെ തന്നെ അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ പടയോട്ടം കോട്ടയം YMCAയിൽ പടയോട്ടം സമാപന സമ്മേളനത്തിൽ ചൂണ്ടുവിരൽ മുറിച്ച് രക്തതിലകം ചാർത്തിയതാണ്. ഞങ്ങളുടെ MLA ഈ കാര്യം സംബന്ധിച്ച് ഞങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സൗഹൃദവും അദ്ദേഹത്തിന്റെ ബന്ധവുമൊക്കെ ഉപയോഗിച്ച് ഈ പ്രശ്നം ജോസി, ഞാൻ ഇടപെടുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ, സതീശൻ അനുകൂല പ്രകടനങ്ങൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടക്കുകയാണ്. കോഴിക്കോട്, തിരുവനന്തപുരത്ത്, മലപ്പുറത്ത്, തൃശ്ശൂരിൽ, കോട്ടയത്ത്, ഇപ്പോൾ കണ്ണൂർ പയ്യന്നൂരിലും വി ഡി സതീശൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനമാണോ അവരുടെ ആവേശ പ്രകടനമാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിരവധി ആളുകളാണ് ഏതായാലും പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. വി ഡി സതീശൻ